ഒരു ഗെയിമിനെ ഗെയിമായിട്ട് കാണാതെ ഹെൽത്തി ആയിട്ട് അപ്രോച്ച് ചെയ്യാതെ വെറുതെ കടന്ന് ധാഷ്ട്യവും അഹങ്കാരവും ഒക്കെ കാണിച്ച് പണി മേടിച്ച് കെട്ടിയിട്ട് മൂലയിലിരുന്ന് കരഞ്ഞു മെഴുകിയിട്ടൊന്നും യാതൊരുവിധ കാര്യമില്ല ജാസ്മിനെ. വെറുതെ കടന്ന് മോങ്ങുവാണ്. ഞാൻ അവനെ വിശ്വസിച്ചു പോയി, അവൻ എന്നെ വഞ്ചിച്ചു, എന്നിട്ട് അവൻ എന്റെ താക്കോൽ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. ന്യായീകരിക്കുകയാണ് ഇങ്ങനെ വെറുതെ ശ്രീധുവിന്റെ അടുത്ത്. അഭിഷേകിനെ വിശ്വസിച്ച് താക്കോല് കൊടുത്തു. എന്തോന്ന് വിശ്വാസം? അല്ല, ഗെയിമിൽ എന്ത് വിശ്വാസമാണ്? എങ്ങനെയും റാണിയുടെ സാധനങ്ങൾ അല്ലെങ്കിൽ രാജാവിന്റെ സാധനങ്ങൾ കൈക്കലാക്കി അധികാരം പിടിക്കുക എന്നതാണ് ഈ ഒരു ടാസ്ക്. ജാസ്മിനെ ആരും ക്വീൻ ജാസ്മിൻ ആയിട്ട് അവിടെ കുടിയിരുത്തിയിട്ടൊന്നുമില്ല. ജാസ്മിൻ കളിച്ചു നേടിയ ഒരു പദവി അത് റീറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ജാസ്മിന്റെ മിടുക്ക്. അത് ചെയ്യാതെ വിശ്വാസവഞ്ചന എന്നൊക്കെ പറഞ്ഞിരുന്ന് കരയുന്നത് വൻ ബോറ് പരിപാടിയാണ്. ജാസ്മിൻ ഈ കിടന്ന് മൂങ്ങുന്നത് കണ്ടിട്ട് അഭിഷേക് നിർത്താതെ ട്രോളുന്നുണ്ട് കേട്ടോ. നിന്റെയൊക്കെ കണ്ണിൽ ചോരയാണോടാ, വെള്ളമാണോടാ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിഷേക് ജാസ്മിനെ ട്രോളി കൊല്ലുന്നുണ്ട്. സിജോയും നോറയൊക്കെ നിർത്താതെ ട്രോളുന്നുണ്ട് ജാസ്മിനെ. അതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ പാവം വീണ്ടും വരുന്ന കരയുന്നുണ്ട് കേട്ടോ. അവൻ എന്നെ വിശ്വാസം വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിനകത്ത് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ ഒരു ടാസ്ക് ഇപ്പൊ അവസാനിച്ചു. 4 പേർക്ക് അധികാരം കിട്ടി. അതിലാകെ ജിൻഡോടെയും സിജോടെയും സാധനങ്ങളാണ് ആരും അടിച്ചു മാറ്റാതിരുന്നത്. അതിനർത്ഥം ടാസ്ക് അലമ്പാക്കാതെ നന്നായിട്ട് ചെയ്ത 2 പേര് ജിൻഡോ ആൻഡ് സിജോ ആണ്. സിജോയെ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം. കാരണം ബിഗ് ബോസ് ഒരു വാർണിംഗ് കൊടുത്തത് സിജോ രാജാവായിട്ടിരുന്നപ്പോഴാണ്. അപ്പോഴും ജിൻഡോടെ ഭരണം ആരെയും വെറുപ്പിക്കാതെ എല്ലാരെയും എന്റർടൈൻ ചെയ്യിപ്പിക്കുക മാത്രമായിരുന്നു ജിൻഡോടെ ശ്രമം. അതും കണ്ടോണ്ടിരുന്നവരും അവിടെ ഉള്ളവരും ആരും ബോറടിച്ചില്ല. ടാസ്ക് ഒരു തരി പോലും അലമ്പാക്കാതെ ബിഗ് ബോസിനെ വരെ ഞെട്ടിക്കുന്ന രീതിയിലാണ് ജിൻഡോ രാജാവായിട്ട് ഈ ഒരു ടാസ്ക് ചെയ്തത്. ജാസ്മിൻ എന്താണ് ചെയ്തത്? മറ്റേ ശിവഗാമി ദേവിയുടെയും എലിസബത്ത് രാജ്ഞിയുടെ ഒക്കെ കൊച്ചുമോൾ ആവാനായിട്ട് നോക്കി. ക്വീൻ ജാസ്മിൻ ജാഫർ ആവാനായിട്ട് നോക്കി. വെറുപ്പിക്കല് സഹിക്ക വയ്യാതെ എല്ലാരും കൂടി എടുത്തിട്ട് പണി കൊടുത്തു. അതിനിങ്ങനെ പിണങ്ങി മാറിയിരുന്ന് കരഞ്ഞിട്ടൊന്നും യാതൊരുവിധ കാര്യവുമില്ല. കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് കളിക്കാൻ നോക്കണം അടുത്ത ടാസ്കിലെങ്കിലും. അതേ എനിക്ക് ജാസ്മിനോട് പറയാനുള്ളൂ.